ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വെജ്ബോർഡ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെജ്ബോർഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു പക്ഷേ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും ഈ പറയുന്ന വീഡിയോ തുറന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് മാർക്ക് കണ്ടിട്ടായിരിക്കും. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഒന്നുകിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഞാൻ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഒന്നുകിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്, ഈ ഒരു ലെവലിൽ നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദ്യമായിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. മോഡലിന് മാത്രം വെച്ച് കഴിഞ്ഞാൽ അല്ല, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യാം, ഇതേ ചോദ്യം വന്നേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ചോദ്യം, അത് ആദ്യമേ മനസ്സിലാക്കോളൂ. മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കും ചോദിക്കാൻ പോകുന്ന ഈ ചോദ്യത്തിന്റെ പേരാണ് ഉച്ചേവ ചോദ്യം. ഓക്കെ, ഇത് ഉച്ചേവ എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, മലയാളത്തിൽ നമ്മൾ ഉച്ചേവ എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി, അതിന്റെ ചുരുക്കരൂപമായിട്ടുള്ള പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ പൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരുന്ന സാധനം അല്ലേ. അപ്പോൾ ഈ ഒരു സംഗതി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം എന്താ, ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ GDP കാൽക്കുലേഷൻ മെത്തേഡ്സ് ഓഫ് എ കൺട്രി? ഒരു രാജ്യത്തിന്റെ GDP കണക്കാക്കാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെ മെത്തേഡ്? നമുക്കറിയാം, ഉച്ചേവ അല്ലെങ്കിൽ പൈ മെത്തേഡ് അല്ലെ. ഉച്ചേവ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി. എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പൊതുവെ പറയാറുള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് എടുക്കണ്ട, 3 പഠിച്ചു കേട്ടോ. അപ്പോൾ 8 മാർക്കിനാണ് ചോദ്യം വരിക. തിയറി ലെവലും ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഭൂരിഭാഗം ഇപ്പോൾ കണ്ടിട്ടുള്ളത് തിയറി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കലൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ വരാറില്ല. അപ്പോൾ നമുക്ക് തിയറി ലെവലിൽ ആ ഭാഗം പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP അളക്കൽ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സംഗതി ഇത്രയുള്ളൂ. മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP. ഈ പറഞ്ഞ GDP എന്താ അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത്രയുള്ളൂ. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വരുമാനമാണ് അല്ലെ. അതായത് സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതായത് നമ്മുടെ GNPയുടെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. GDPയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ NFIയെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് കിട്ടും, ദേശീയ വരുമാനം കിട്ടും. അപ്പോൾ GDPയും ദേശീയ വരുമാനമായിട്ടുള്ള ഈ GNP കണക്കാക്കാൻ വേണ്ടി നമ്മുടെ ഒരു രാജ്യത്ത് സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഒരുപാട് സാധനം ഉണ്ടാവും. അതിൻ്റെ മൊത്തം പണമൂല്യം എടുക്കും. അതേപോലെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ വിദേശ രാജ്യത്തുള്ള വരുമാനമുണ്ട് അല്ലെ, അതിനാണ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് വരാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തതുണ്ടാവും, അത് വിദേശ രാജ്യത്തേക്ക് അങ്ങോട്ട് പോയ വരുമാനമാണ്. അതുപോലെ അവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന വരുമാനം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഒരേ സമയം ഇവർ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NFI എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയം ഒരു രാജ്യത്തിൻ്റെ അകത്തുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുടെ എല്ലാ പണമൂല്യവും അതുപോലെ തന്നെ വിദേശ രാജ്യത്തു നിന്നുള്ള നമ്മുടെ അറ്റഘടക വരുമാനവും ചേർത്തിട്ടാണ് എന്ത് പറയുക, ദേശീയ വരുമാനം എന്ന് പറയുക. അപ്പോൾ ദേശീയ വരുമാനത്തെ നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ എഴുതാറുണ്ട്. NNPFC ആണ് നമ്മൾ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കാറുള്ളത്. NNPFC ആണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കാറുള്ളത്. അപ്പോൾ ഇത് കണക്കാക്കാൻ 3 മെത്തേഡുണ്ട്. ഉച്ചവേല, ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 നമുക്ക് പഠിച്ചു നോക്കാം. ഈ പ്രൊഡക്റ്റ് മെത്തേഡിന് മറ്റൊരു പേര് അറിയപ്പെടും വാല്യൂ ആഡഡ് മെത്തേഡ്, അല്ലെങ്കിൽ എന്താ പറയും, മൂല്യവർദ്ധിത രീതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്രോസ് വാല്യൂ ആഡഡും നെറ്റ് വാല്യൂ ആഡഡുമാണ് കണ്ടെത്താറുള്ളത്. ഓക്കെ, ഇത് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രാക്ടിക്കലും തിയറി ക്വസ്റ്റ്യൻസും കൂടുതലും ചോദിച്ചിട്ടുള്ള തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പഠിച്ചേക്കാം. ഇൻകം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഇൻകം മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഉൽപ്പന്ന രീതി. നിങ്ങളോട് മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ആഡിങ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഫേംസ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള മൊത്തം ഫേംസ്, ഉൽപ്പാദക യൂണിറ്റുകൾ ഉണ്ടാവും അല്ലേ, അവരുടെ എല്ലാവരുടെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. എന്താ ഫൈനൽ എന്ന് പറഞ്ഞാൽ അന്തിമ വസ്തുക്കൾ. ഉദാഹരണം പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഈ പറയുന്ന ഓക്കെ, ഇപ്പോൾ കരിമ്പ് ഒരു ഫൈനൽ ഗുഡാണോ? അല്ല. അത് വീണ്ടും അത് വെച്ചിട്ട് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അത് വെച്ച് ശർക്കര ഉണ്ടാക്കാം, അതുപോലെ തന്നെ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാരയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊരു ഫൈനൽ പ്രോഡക്റ്റ് അല്ല. അപ്പോൾ ഒരേ സമയം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു രാജ്യത്തിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് അവിടെ പഞ്ചസാര, ശർക്കര എന്നൊക്കെ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ മാത്രം മണി വാല്യൂ നമ്മൾ കൂട്ടുള്ളൂ. എന്ത് മാത്രമുണ്ട്, ഓരോ ഫേംസിൻ്റെയും ഉണ്ടല്ലോ, ഈച്ച് ഫേംസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേംസിൻ്റെയും കൂട്ടും. എങ്ങനെയാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞത്രേ ഒരു രാജ്യത്ത് എത്രയൊക്കെ ഉൽപ്പാദക യൂണിറ്റുകളുണ്ടോ അവരുടെ എല്ലാവരുടെയും ആകെ മൊത്തം പണത്തിലുള്ള മൂല്യം അല്ലെങ്കിൽ അവരുടെ ഉൽപ്പാദിപ്പിച്ച മൂല്യം കൂട്ടുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു വരുന്ന പ്രശ്നമാണ് ഡബിൾ കൗണ്ടിങ് തരും. അതായത് നമ്മൾ എന്ത് ചെയ്യും, കരിമ്പിൻ്റെ വില കൂട്ടി. കരിമ്പ് 1 കിലോക്ക് 10 രൂപ, അപ്പോൾ 10 കിലോക്ക് 100 രൂപ. അത് നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചു. എന്നിട്ട് നമ്മൾ കരിമ്പ് വീണ്ടും പഞ്ചസാരയ്ക്ക് മാറ്റി. പഞ്ചസാര 1 കിലോ 35 രൂപ, ഹോൾസെയിൽ ആയിട്ട് പറഞ്ഞത് 35 രൂപ. അപ്പോൾ 10 കിലോക്ക് 350 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 350 + 100 450 എഴുതും. ആക്ച്വലി അവിടെ 450 മൂല്യമില്ല. എന്താ കാരണം, ഈ കരിമ്പ് തന്നെയാണ് പിന്നീട് എന്തായി മാറില്ലേ, പഞ്ചസാരയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം അവിടെ വന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ആഡഡ് മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച കരിമ്പിന് നമുക്കറിയാം 100 രൂപയാണ് ചിലവ് അല്ലേ. കരിമ്പിന് എത്ര ചിലവ്, 100 രൂപയാണ് ചിലവ്.
എന്നാൽ അതുവഴി നമ്മൾ ഉണ്ടാക്കിയ പഞ്ചസാരക്ക് എത്ര വില കിട്ടുന്നത്? 350. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാല്യൂ ആഡഡ് മെത്തേഡ് എടുക്കും. വാല്യൂ ആഡഡ് മെത്തേഡ് പറഞ്ഞാൽ ഈ 350 നിന്നും നമ്മുടെ കരിമ്പിന് ചിലവായ 100 രൂപ കുറക്കുക. അപ്പോൾ എത്ര കിട്ടും? 250 കിട്ടും. ആക്ച്വലി അതാണ് ഇവിടുത്തെ വാല്യൂ ആഡഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ മൊത്തം മൂല്യത്തിൽ നിന്നും നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായ ഇടനില ഉൽപ്പന്നങ്ങളുടെ ചിലവുണ്ടാവുമല്ലോ, അത് കുറക്കും. ഇവിടെ ഇടനില ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ കരിമ്പാണ്. 10 കിലോ കരിമ്പിന് 10 രൂപ വെച്ച് 100 രൂപ. പഞ്ചസാര ഉണ്ടാക്കാൻ 10 കിലോ പഞ്ചസാരക്ക് 350 രൂപ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ 350 100 കുറച്ച് നമുക്ക് അവിടെ മൊത്തം വാല്യൂ ആഡഡ് കിട്ടും. എത്ര കിട്ടി? 250 എന്ന് കിട്ടി. അതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ ആഡറിന് മറ്റൊരു പേര് പറയും ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളതിൻ്റെ മറ്റൊരു ലെറ്റർ സൂചിപ്പിക്കും GVA എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഈ വാല്യൂ ആഡർ എന്ന? വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അഥവാ നമുക്കിവിടെ കിട്ടിയ പഞ്ചസാരയുടെ മൂല്യം. ഓക്കെ, പഞ്ചസാരയുടെ വില എത്ര കിട്ടിയ? പഞ്ചസാര 10 കിലോ പഞ്ചസാരക്ക് എത്ര രൂപ വെച്ചിട്ട്? 35 രൂപ വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ നമുക്കിവിടെ വാല്യൂ ആഡർ കിട്ടും. എത്രയാണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 350 എന്ന് കിട്ടും. ഓക്കെ, 350 എന്ന് കിട്ടും. ആ 350 കണ്ടത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറയും. ഇടനില ഉപയോഗമായിട്ട് എന്ത് ചെയ്തു? കരിമ്പ് അല്ലേ, കരിമ്പിന് നമുക്ക് എന്ത് ചെയ്തു? 10 കിലോ കരിമ്പിന് നമുക്കൊന്ന് 10 കിലോ കരിമ്പിനെ 10 രൂപ വെച്ച് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടി 100 രൂപ എന്ന് കിട്ടി അല്ലേ, 100 രൂപ. അപ്പോൾ അതെന്ത് ചെയ്യും? അത് തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുക. ഡിഫറൻസ് ആണ് വ്യത്യാസം. അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കുക? GVA = ഈ പറഞ്ഞ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഇത് നമ്മൾ ചെയ്താൽ മാത്രം മതി അല്ലേ. ഇന്റർമീഡിയറ്റ് കൺസംഷൻ ചെയ്താൽ നമുക്കിവിടെ GVA കിട്ടും. ഈ GVA നമ്മളിവിടെ കണ്ടുപിടിച്ചു, 250 രൂപയാണെന്ന് കിട്ടി. അതാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ 3 വര കാണുമ്പോൾ കൺഫ്യൂഷൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 3 വര എന്ന് പറയുന്നത് അർത്ഥം എന്താ? ഐഡന്റിക്കൽ എന്നാണ്, ഏകദേശം തുല്യമായിരിക്കുന്ന. ഈക്വൽ എന്നല്ല, ഐഡന്റിക്കൽ ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, കഴിഞ്ഞ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതാ, ഇവിടെ ഇപ്പോൾ ഒരു ഫേമിൻ്റെ പഞ്ചസാര ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു 250 രൂപ. അങ്ങനെ ആ രാജ്യത്ത് എത്രയൊക്കെ പഞ്ചസാര ഉണ്ടാക്കുന്ന ഫേം ഉണ്ട്, അവരുടെയൊക്കെ കൂട്ടും. പഞ്ചസാര മാത്രമോ അല്ല, നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു 10,000 ഫേംസിൻ്റെയും 10,000 ഫേംസിൻ്റെയും വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മളിവിടെ GVA ഓഫ് ഫേം 1 പ്ലസ് അങ്ങനെ എല്ലാ ഫേമിൻ്റെയും കൂട്ടി നമ്മൾ ഏതുവരെ കൂട്ടും? എത്ര ഫേം ഉണ്ടോ അത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് N എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഫേമുകളുടെ എല്ലാം വരുമാനം കൂട്ടിച്ചേരുന്നതിനാണ് എന്താ പറയുക? നാഷണൽ ഇൻകത്തിന് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് കാണും. ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഇത്രയും കാലത്ത് പഠിച്ചിട്ട് മനസ്സിലാകാത്ത ആൾക്കാരെക്കാരം ഭൂരിഭാഗം പേര്, അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാകാതെ സ്കിപ്പ് ചെയ്ത് ഇക്വേഷൻ മാത്രം പഠിച്ചു കൊടുക്കുന്ന ആൾക്കാരെക്കാരം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണം തൊട്ടതായ. ഇപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ തൊട്ടതായ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ അഭിപ്രായമാണ് ആകെ ടീച്ചർ എന്നുള്ള നിലക്കുള്ള പനേർച്ചി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് വരുമാന രീതി. ഇത് ഏകദേശം എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നുണ്ടാവും. വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഉൽപ്പാദനം നടത്തുമ്പോൾ പല മേഖലയിൽ നമുക്ക് വരുമാനം കിട്ടാറുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയും. ഈ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 ലാൻഡ് ഉണ്ട് അഥവാ ഭൂമിയുണ്ട്, 2 ലേബർ അഥവാ തൊഴിലുണ്ട്, 3 ക്യാപിറ്റൽ അഥവാ മൂലധനമുണ്ട്, ലാസ്റ്റ് 1 ഓർഗനൈസേഷൻ അഥവാ സംഘാടന ഉണ്ട്. ഈ 4 നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളുണ്ട്. ലാൻഡിൽ നിന്ന് കിട്ടും, ലേബറിൽ നിന്ന് കിട്ടും, ക്യാപിറ്റലിൽ നിന്ന് കിട്ടും, ഓർഗനൈസേഷൻ കിട്ടും. അതിനൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ഇവിടെ കണക്കാക്കുക. അപ്പോൾ ലാൻഡ്, ഭൂമി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് നോക്കാം. ഓക്കെ, ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ പറഞ്ഞാലാണ് റെന്റ്. നമ്മൾ അതിനെ R എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ്? R എന്ന് പറയുന്ന അക്ഷരമുണ്ട്, വാടക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഈ പറഞ്ഞ ലേബർ, നമ്മൾ തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ തൊഴിലിന് പകരം നമുക്ക് കിട്ടും വേജസും സാലറീസും കിട്ടും അല്ലെ. വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയും. നമ്മൾ അതിനെ ഒറ്റ അക്ഷരത്തിൽ W എന്നാണ് സൂചിപ്പിക്കുക. അഥവാ കൂലിയും ശമ്പളമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, W കൊണ്ട്. ഇനി മൂന്നാമത്തെ വരുമാനം നമുക്ക് എങ്ങനെ കിട്ടുക? ക്യാപിറ്റൽ, മൂലധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് തിരിച്ചെന്ത് കിട്ടും? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അഥവാ പലിശ കിട്ടും. പലിശയെ നമ്മൾ I എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ പലിശയാണ് മൂന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെയും അവസാനമായിട്ടുള്ള വരുമാനം ഏതാ? ഇൻകം റിസീവ്ഡ് ബൈ ഓൺട്രപ്രണർഷിപ്പ് അഥവാ സംഘാടനം. ഓർഗനൈസ് ചെയ്ത ഒരാളുണ്ടാവല്ലോ, അയാൾ കിട്ടുന്ന വരുമാനം. അത് നമ്മൾ എന്താ പറയുക? പ്രോഫിറ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ P എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ P എന്ന് കൊടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരുമാനം കണക്കാക്കുക? ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം = റെന്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇത്ര എഴുതിയാൽ മാത്രം മതി, കഴിഞ്ഞു പരിപാടി. ഇത്രയുള്ള പരിപാടി. ഇത് ഓരോന്നും എന്താണെന്ന് എഴുതിച്ചാൽ അത് കഴിഞ്ഞു. ഇതാണ് ഇൻകം മെത്തേഡിൽ നിങ്ങൾ പഠിക്കേണ്ട മെത്തേഡ്. ഇനി മൂന്നാമത്തെയും അവസാനത്തെ മെത്തേഡ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ഓരോ മേഖല, നമുക്കറിയാം 4 സെക്ടേഴ്സാണ് എക്കോണമിയിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഫേംസ്, രണ്ടാമത്തെ നമ്മളെ പോലുള്ള ഹൗസ് ഹോൾഡ് അല്ലേ, മൂന്നാമത്തത് ഗവൺമെൻറ്, നാലാമത്തെ എക്സ്റ്റേണൽ സെക്ടർ.
ഈ 4 സെക്ടറുകൾക്ക് ഉണ്ടാകുന്ന ചിലവുകളുണ്ട് അല്ലേ? ഫേംസിനുണ്ട്, ഹൗസ് ഹോൾഡിനുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, എക്സ്റ്റേണലുണ്ട്. ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ചിലവാണ് നമ്മളിവിടെ നോക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോക്കുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ ചിലവുകൾ മെയിനായിട്ട് 4 സെക്ടറുകളുള്ളത്. ഒന്നാമത്തെ ചിലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്നാണ് പറഞ്ഞത്. അതെന്താണ്? ഫൈനൽ അന്തിമമായിട്ട് നമ്മൾ ചിലവാക്കിയ മൊത്തം പൈസ കൂട്ടും. അപ്പോൾ ഇത് ആരുടെ സൈഡിൽ നിന്നാണ്? ഹൗസ് ഹോൾഡിൻ്റെ സൈഡിൽ നിന്ന്, നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ സൈഡിൽ നിന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഉപഭോഗ ചെലവ് എന്ന് പറയും. രണ്ടാമത്തെ ചിലവ് ഏതാ? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അതും ഫൈനലാണല്ലേ. അത് ആരുടെ സൈഡിൽ നിന്നാണ്? ഈ പറഞ്ഞ ഇൻവെസ്റ്റ് നടത്തുന്നത് ഫേംസ് ആണ് അല്ലേ. അപ്പോൾ ഫേംസിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഫേംസ് അല്ലെങ്കിൽ ഉൽപ്പാദക യൂണിറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന നിക്ഷേപ ചെലവ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചിലവ് ഏതാ? അത് ഗവൺമെൻറ്റിൻ്റെ ചിലവല്ലേ. ഗവൺമെൻറ്റിൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ അതിനെ ജി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. ഇത് ആരുടെ സൈഡിൽ നിന്നാണ്? ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ. ഇനി നാലാമത്തെയും അവസാനമായിട്ട് സർക്കാരിൻ്റെ 5 തന്നിട്ട് കേട്ടോ. സർക്കാരിൻ്റെ അന്തിമ ഉപഭോഗ ചെലവ്. നാലാമത്തെ അവസാനമായിട്ട് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നെറ്റ് എക്സ്പോർട്ട് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് കയറ്റുമതി ഉണ്ടാവും, ഇറക്കുമതി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സ്റ്റേണൽ സെക്ടർ, വിദേശകാര്യ മേഖല അല്ലെങ്കിൽ ബാഹ്യ മേഖലയിൽ നിന്നാണ് ഈ വരുമാനം കിട്ടുന്നത്. കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് മൊത്തം കയറ്റുമതി വരുമാനം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. നെറ്റ് അറ്റ എന്ന് പറയുന്നത് കേട്ടോ. അറ്റ കയറ്റുമതി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 4 നമ്മൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? സി പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ജി പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇത് മൊത്തം കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? ദേശീയ വരുമാനം കിട്ടും. ഇതിനാണ് നമ്മൾ ചെയ്യുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻകം ഇസ് ഈക്വൽ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അഥവാ നെറ്റ് എക്സ്പോർട്ട്. ഇത്രയും ആൾക്കാരെ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 3 മെത്തേഡ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ, അത്യാവശ്യം ഒരു ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എനിക്കറിയാം, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. 10-12 മിനിറ്റോളം ഉണ്ടാവും. പക്ഷേ ഈ 12 മിനിറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 5 അല്ലെങ്കിൽ 8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പാകാം. ഒരു 12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറഞ്ഞ 5 അല്ലെങ്കിൽ 8 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണിച്ച് നമ്മൾ പുതിയ വീഡിയോ ചെയ്യും. കാരണം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് എഡ്യൂബോർഡ് തരാറുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാൻ എപ്പോഴും എഡ്യൂബോർഡ് വില്ലിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.